ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാം എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന റെസ്പോൺസ് കാരണമാണ് ഞാൻ എൻ്റെ ഈ പുതിയ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തംബ്നെയിൽ ഉണ്ടാക്കാൻ പഠിക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ 7000 മുകളിലേക്ക് പോയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് കമൻസ് വരുന്നുണ്ട്. എനിക്ക് പറ്റുന്നത്രയും കമൻസ് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ചാനലിൽ കയറി നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചാനലിൽ കയറി നോക്കിയിട്ട് എന്താ കുഴപ്പം നിങ്ങളുടെ ചാനലിലെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. താഴെ ഒരു മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട്, അതിന് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളൊരു പേപ്പറോ പേനയോ എടുത്ത് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറൊരു ഫോണുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കുന്നു എന്നുള്ള ട്യൂട്ടോറിയൽ പരീക്ഷിക്കുന്ന സമയം വേറൊരു ഫോണിൽ എൻ്റെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ ചെയ്ത് നോക്കുവാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ പറയുകയും ഞാൻ കാണിച്ചു തരികയും അത് തന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് അതേപോലെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കണം. ഇത് കാണാതെ പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ കണ്ടുകൊണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഒരു ബുക്കും പേനയും എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് എന്തായാലും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുമല്ലോ. അപ്പം നിങ്ങൾ വേറൊരു ഫോണിൽ നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോ ഒന്ന് പിന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, എങ്ങനെയാണ് ആ തംബ്നെയിൽ ഉണ്ടാക്കുന്നതെന്ന്. അന്ന് നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞിരുന്നത്. ഏത് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. ഒട്ടും ടെൻഷൻ വേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കാം കേട്ടോ. ഈ കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നിങ്ങൾ വെറുതെ തംബ്നെയിൽ ഉണ്ടാക്കി ഇട്ടത് കൊണ്ട് നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടുകയില്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും യൂട്യൂബിൻ്റെ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് ചില വാക്കുകൾ യൂട്യൂബ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. മലയാളത്തിലും അത് നിങ്ങൾ അടിച്ചു നോക്കണം. അത്യാവശ്യം നിങ്ങൾക്ക് എങ്ങനെയുള്ള വാക്കുകളാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് മനസ്സിലാവും. കൊച്ചു കുട്ടികളുടെ, അതായത് നമുക്ക് പരിചയമില്ലാത്ത കുട്ടികളുടെയൊക്കെ എന്തെങ്കിലും ഒരു പിന്നെ ന്യൂസ് സംബന്ധമായ ഒക്കെ വീഡിയോ ഇടുന്നവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനും ചില നിയമങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ പാലിക്കണമെന്ന് ആദ്യമേ പറയുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തംബ്നെയിലിൽ തെറ്റായ കാര്യങ്ങൾ, നിങ്ങൾ വീഡിയോയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ കൊടുത്താൽ യൂട്യൂബ് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നത്തിലാക്കാനുള്ള പിന്നെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തെറ്റായ ഇൻഫർമേഷൻസ് നിങ്ങളുടെ തംബ്നെയിലിൽ കൊടുക്കരുത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് തംബ്നെയിൽ എന്ന് അറിയണം. എങ്ങനെയാണ് നിങ്ങൾ തംബ്നെയിലിൽ ക്യാപ്ഷൻസ് കൊടുക്കേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ ട്യൂട്ടോറിയൽ പഠിച്ച് എഡിറ്റ് ചെയ്ത് ഒരു ഫോട്ടോ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. തംബ്നെയിലിൽ വേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് തംബ്നെയിൽ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ, അതായത് നമ്മുടെ വീഡിയോ ഒരു കടയാണെന്ന് വിചാരിക്കുക. ആ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഐഡിയാസ്, വീഡിയോയിലുള്ള ഐഡിയാസ്. ഇത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വെച്ചേക്കുന്ന ഫ്ലെക്സോ ബോർഡോ ആണ് നമ്മുടെ തംബ്നെയിൽ. അതിൽ നമ്മുടെ വീഡിയോസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെറിയ വാക്കുകളിൽ ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ ക്യാപ്ഷൻസ് കൊടുക്കണം. അതായത് അതിൽ മൊത്തം കാര്യങ്ങൾ അതിൽ എഴുതുക. എന്നാലും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിന്റെ വീഡിയോ ആണെന്ന് ആളുകൾ അറിയണോ? മെഡിക്കൽ സംബന്ധമാണോ, ന്യൂസ്, ഈ വാർത്താപരമായ കാര്യങ്ങളാണോ, സിനിമാ സംബന്ധമാണോ എന്നുള്ള ആളുകൾക്ക് ഒരു ഐഡിയ കൊടുക്കണം കേട്ടോ. ചിലർ അന്തോ ഇല്ല കുന്തോ ഇല്ലാത്ത തംബ്നെയിൽ കൊടുക്കും. ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ആരും അതിനകത്ത് കയറുകയില്ല. കാരണം അങ്ങനത്തെ വീഡിയോസ് ഒരു 12 വർഷം മുന്നെയാണ് എല്ലാവരും കയറി നോക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ആരും കയറി നോക്കില്ല. അപ്പോൾ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ ഇഷ്ടം തോന്നും. ഒരു ഉദാഹരണം പറയാം. ഞാൻ ക്യാപ്ഷൻസിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ജെമിനിനെയാണ്. നിങ്ങൾക്ക് ക്യാപ്ഷൻസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ, ക്യാപ്ഷൻസ് സ്വന്തം കയ്യിൽ നിന്ന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ജെമിനിയോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വീഡിയോ ആണോ ചെയ്യുന്നതെന്നുള്ള പറയുക. അതായത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജെമിനിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്, മടി എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിന് പറ്റിയ മലയാളത്തിലുള്ള ക്യാപ്ഷൻസ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ജെമിനി എനിക്ക് തന്ന ക്യാപ്ഷൻസ് ആണ്: മടി മാറ്റി വെക്കൂ, സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ തുടങ്ങൂ. രണ്ടാമത്, നാളെ ചെയ്യാം എന്ന വാക്കാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രു. ഇങ്ങനെ കുറേ ക്യാപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് മടി മാറ്റാൻ 5 വിദ്യകൾ എന്ന് പറഞ്ഞൊരു, നമ്മൾ സ്വന്തമായിട്ട് കണ്ട് പിടിച്ച എന്തെങ്കിലും കൂടെ കൊടുക്കുവാണെങ്കിൽ ആളുകൾക്ക് അതിലേക്ക് കയറാൻ ഒരു ഇഷ്ടം തോന്നും. കാരണം ഇത്രയേറെ ഇൻഫോർമേഷൻസ് കിട്ടുന്നത് കൊണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് അതിന് പാകമായ ഒരു പിക്ചർ, അത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ജെമിനിയോട് പറഞ്ഞിട്ട് ഒരാൾ മടി പിടിച്ച് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ട് മടി പിടിച്ചിരിക്കുന്നതായിട്ട് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു തന്നാൽ ജെമിനി ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവനാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ പ്രോംപ്റ്റ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പ്രോംപ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ.
ഒരു കടയിലോട്ട് ചെല്ലുക, അതിന്റെ ഫ്രണ്ടിൽ ഒരു പെണ്ണിങ്ങനെ കൈയും കൂപ്പി നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തിന്റെയാണെന്ന് നമ്മൾ അറിയും. അത് ഇനി ബ്യൂട്ടി പാർലർ ആണോ, യോഗ ക്ലാസ് ആണോ, അതോ ഇനി വല്ല മെഡിക്കൽ സംബന്ധമായ സാധനങ്ങളാണോ, അത് ഹോസ്പിറ്റലാണോ, ഒന്നും അറിയത്തില്ല അല്ലേ നമുക്ക്. അല്ല തുണിക്കടയാണോ, ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു പിക്ചർ മാത്രം കൊടുത്താൽ പോരാ, ക്യാപ്ഷൻ കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇങ്ങനെ ഒരു പിക്ചറാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് പല്ലിനെ കുറിച്ചുള്ള എന്തോ പല്ല്, പിന്നെ ഈ പറഞ്ഞ പോലെ പല്ലിന് കുഴപ്പമുള്ളവർക്ക് അത് റെഡിയാക്കി കൊടുക്കുന്നതെന്നൊരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടിയില്ലേ. തൊട്ടടുത്തൊരു ഡോക്ടറും കൂടെ നിന്നപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി അല്ലേ. പല്ലിന്റെ സംബന്ധമായ ഡെന്റിസ്റ്റിന്റെ ഒരു എന്തോ പരിപാടിയുടെയാണ് ഈ ബോർഡ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്ഥാപനം കണ്ട് അതിലോട്ട് കയറാൻ ഇന്ന കാര്യം ഒന്ന് മനസ്സിലാവും അല്ലേ. അതുപോലെ തന്നെ എല്ലാവരും കൊടുക്കുന്ന പോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. അതായത് ബണ്ണ്, പപ്സ്, ചായ എന്ന് കൊടുത്താൽ നമ്മൾ അവിടെ കയറുന്നതിനേക്കാളും മസ്കാ ബണ്ണ്, അല്ലെങ്കിൽ ഇതുവരെ ആരും കഴിക്കാത്ത എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പപ്സ്, മധുരമുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പപ്സ്, അല്ലെങ്കിൽ മസാല ചായ, അല്ലെങ്കിൽ സ്ട്രോബെറി ചായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചായ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആളുകൾ അതിലേക്ക് വരികയും ചെയ്യുക, നമ്മുടെ കച്ചവടം നന്നായിട്ട് നടക്കും, നമ്മൾ ആ സാധനമാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ അല്ലേ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യസ്തത ക്രിയേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കണം കേട്ടോ. ചിലർ എന്നോട് ചോദിച്ചു പ്രാർത്ഥന സംബന്ധമായ, പിന്നെ അതായത് എനിക്ക് ഹിന്ദുസിന്റെ ഇതാണ്, അതിന്റെ പേര് എനിക്കറിയത്തില്ല. ഈ പിന്നെ ഈ പ്രാർത്ഥനയും അതിന്റെ കൂടെ ഈ കഥകളും കൂടെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ചേച്ചി എന്നോട് ചോദിച്ചു അവരുടെ വീഡിയോയിൽ ഒന്ന് കയറി നോക്കാമോ എന്ന്. അപ്പൊ അതെനിക്ക് മനസ്സിലായത്, നിങ്ങൾ വീഡിയോസിൽ കഥകളൊക്കെയാണ് പറയുന്നെങ്കിൽ സ്റ്റോറി സംബന്ധമായ വീഡിയോസ് ഈസി ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അത് സംബന്ധമായ പ്രധാനമായിട്ട് ആളുകളെ ആകർഷിക്കുന്ന ഒരു ക്യാപ്ഷൻ കൊടുക്കുക. അതായത് ഇപ്പൊ ഭക്തിപരമായ കഥകൾ പറയുന്ന ഒരു വീഡിയോ ആണെന്ന് ഉദാഹരണം വിചാരിക്കുക. അതിന്റെ ക്യാപ്ഷനിൽ അതിന്റെ ഫോട്ടോ ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ പോലെ നമുക്ക് കാർട്ടൂൺ പോലെയൊക്കെ ജെമിനിയോട് പറഞ്ഞാൽ ചെയ്തു തരും. അമ്പലത്തില് മാല കെട്ടിക്കൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് സംഭവിച്ചത് മഹാ അത്ഭുതം, എന്താണെന്ന് അറിയണ്ടേ, ഈ കഥ കേൾക്കാൻ പോരൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത്തിരി ഭക്തിയുള്ളവർക്ക് അതിനോടൊരു ആകർഷണം തോന്നും. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ആ പ്രാർത്ഥനയുടെ പേരും കൊടുത്ത് ഇത്രാം ഭാഗം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആരും വരികയല്ലടാ കാണാൻ. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് അട്രാക്ട് ചെയ്യണം. ഇന്ന് ക്ലിക്ക് ബൈറ്റുകൾ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞല്ലോ. ക്ലിക്ക് ബൈറ്റുകൾ കൊടുക്കാതിരിക്കുക. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സുരേഷ് ഗോപിയും ഗണേഷ് കുമാറിന്റെ ഒരു വാർത്ത വീഡിയോ കണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു സ്റ്റേജിൽ പരസ്പരം വഴക്കിടുകയൊന്നും ചെയ്തില്ല, എന്നാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഒക്കെയുള്ള സംസാരങ്ങളായിരുന്നു. പക്ഷെ അതിൽ അസഭ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതൊരു വാർത്താ ചാനലിൽ, അതായത് ഓൺലൈൻ മീഡിയ ഒരു മീഡിയയിൽ കണ്ടത്, അവർ ചീത്ത വിളിച്ച് തന്തയ്ക്ക് വിളിക്കുന്നതായിട്ടൊരു ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തെറ്റായ കാര്യമാണ്. അതായത് നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്തൊരു സാധനം അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവർക്ക് വിശ്വാസ്യത നഷ്ടപ്പെടും. അത് ഗുരുതരമായ ഒരു കള്ളത്തരമാണ് നമ്മൾ അതിൽ പറയുന്നെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ യൂട്യൂബിന് സാധിക്കും, നമ്മുടെ ചാനൽ പോകും കേട്ടോ. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ശബ്ദമില്ലാതെ നമുക്ക് വീഡിയോ ചെയ്യാം, ശബ്ദം മാത്രമായിട്ട് വീഡിയോ ചെയ്യാം, മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യാം എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിരുന്നു. അത് സംബന്ധമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് ആ വിശ്വാസ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ ഇന്നും വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളൊരു വിശ്വാസം കീപ്പ് ചെയ്യണം. നമ്മൾ ഒരാൾക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഫുഡ് സംബന്ധമായിട്ടുള്ള പിക്ചേഴ്സാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ഫുഡിനെ വെളിയിൽ കൊണ്ടുപോയി വെച്ച്, അത് വെളിയിൽ, ഞാൻ പറഞ്ഞില്ല എല്ലാവരുടെയും കയ്യിൽ നല്ല ലൈറ്റും ക്യാമറ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെക്കുവാണെങ്കിൽ ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഈ ഭക്ഷണ സാധനം കാണാൻ ഒരു പ്രത്യേക ആകർഷണമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു പിക്ചർ എടുത്തിട്ട് നിങ്ങൾക്ക് അതിന് ക്യാപ്ഷൻസ് കൊടുക്കാം. ഇല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫുഡിൻ്റെ പൂർണ്ണരൂപം കൊടുക്കാതെ അതിലുണ്ടാക്കിയേക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇപ്പം ഞാൻ ചോദിക്കാം, ഒരാൾക്ക് ആകാംക്ഷ ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് പച്ചരിയും നമ്മുടെ മധുരക്കിഴങ്ങും തക്കാളിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചുള്ള ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ. പച്ചരിയും മധുരക്കിഴങ്ങും തക്കാളിയും വെച്ചിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ളൊരു പലഹാരം നമ്മൾ കഴിച്ചിട്ടില്ല. ഇത് മൂന്നും കൂടി ചേർന്ന് അടിപൊളി ടേസ്റ്റാ. പിന്നെ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭക്ഷണം ഇത് കഴിച്ചാൽ നിങ്ങൾ വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും തോന്നും പച്ചരിയും മധുരക്കിഴങ്ങും തക്കാളിക്കയും ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും കയറി കാണും. അപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതിന് ക്ലിക്കാവും. നമുക്കിനി ആ ട്യൂട്ടോറിയൽ വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുമ്പേ നിങ്ങൾ 2 ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇതിൽ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പിലാണ് നമ്മളിനി ഉടനെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും പഠിക്കുന്നത്. തംബ്നെയിലും വീഡിയോയും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ആപ്പ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യുന്ന കീബോർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാത്തവരാണ് മംഗ്ലീഷ് കീബോർഡ് ഒന്ന്
ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ വേറൊരു ആപ്പും കൂടെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ സിമ്പിളായിട്ടുള്ള ഫോണ്ടിലാണ് ഇത് തംബ്നെയിൽ കൊടുക്കാനായിട്ട്, ക്യാപ്ഷൻസ് കൊടുക്കാനായിട്ട് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല അക്ഷരങ്ങൾ, നല്ല ഷേപ്പിലൊക്കെയുള്ള അക്ഷരങ്ങളൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഒരു ട്യൂട്ടോറിയലൂടെ ഇതിനോടൊപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്ര ഇന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിനോടൊപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഇടാത്തത് നിങ്ങൾക്കത് എല്ലാം കൂടെ ആകുമ്പോൾ കുഴഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പോൾ പേപ്പറും പേനയൊക്കെ റെഡിയാക്കി വെച്ചോ, നമുക്ക് തുടങ്ങിയേക്കാം. നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോയി ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഫോട്ടോ ഓപ്ഷനിലാണ് നമ്മൾ തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പച്ച കളറിൽ ഒരു പ്ലസ് സൈൻ കാണാം. ഇത് നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഗാലറിയിൽ അവിടെ ഒരു ബ്ലാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്യാൻവാസ്. ഈ ക്യാൻവാസിനെ നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ സൈസിലേക്ക് മാറ്റാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ 6:9 എന്നുള്ള ഒരു സൈസിലേക്കാണ് വരേണ്ടത്. നമ്മൾ ആ സൈസിൽ ക്ലിക്ക് ചെയ്യുമ്പം ആ സൈസിലേക്ക് മാറും. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇഷ്ടമുള്ള നിറത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ബ്ലാക്കിലേക്ക് നിങ്ങളെ മാറ്റി കാണിക്കാം. ഇപ്പോൾ ഈ ബ്ലാക്ക് പ്രതലമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ PIP അത് പിക്ചർ ഇൻ പിക്ചർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഇതിലൊരു പിക്ചർ ഗാലറിയിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അതിന് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വെട്ടിമുറിച്ച് നമുക്ക് ഏത് സൈസിലാണോ അതിൻ്റെ സൈഡൊക്കെ അരികും മൂലയൊക്കെ നമുക്ക് കളയേണ്ടത് അത് നമുക്ക് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതിനെ ക്രോപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഈ ഒരു സൈനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് താഴേക്ക് ഇങ്ങനെ മുകളിലേക്കൊക്കെ മാറ്റാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പിക്ചർ കട്ട് ചെയ്തെടുത്തു. പക്ഷേ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച പോലെ ആയി പോയില്ലേ. ഒരു തംബ്നെയിലിൻ്റെ പ്രൊഫഷണൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് കളറുമായിട്ട് നമ്മുടെ പിക്ചർ ബ്ലെൻഡ് ആയി കിട്ടും. അതിന് ആ മാസ്കിൽ ഈ വട്ടത്തിലുള്ള ആ ഒരു സംഭവം കൊടുക്കുമ്പോൾ വട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ വരേണ്ടതെന്ന് നമുക്ക് അതിൻ്റെ മുകളിലേക്കും സൈഡിലോട്ടും ആരോ ഉണ്ട്, അതനുസരിച്ച് നീക്കി കൊടുക്കാം. അങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം ഏറ്റവും അടിയിൽ, അതായത് എൻ്റെ കാണുന്ന പിക്ചറിൻ്റെ അടിയിലൊരു മാർക്ക് കാണുന്നില്ലേ, ആ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വലിക്കുമ്പോഴേക്കും അതിൻ്റെ അത്രയും ഭാഗം ഈ ബ്ലാക്ക് കളറുമായിട്ട് ബ്ലെൻഡ് ആവും, ഇഴുകിച്ചേർന്ന് അതിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ ഈ ഫോട്ടോ പോലെ അല്ലാതെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ ബ്ലെൻഡായിട്ട് കിട്ടും ആ ബ്ലാക്ക് കളറുമായിട്ട്. അപ്പം ഇങ്ങനെ നമുക്കത് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കീബോർഡും എല്ലാം വരും. അപ്പോൾ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണേ. ഒരു ടെക്സ്റ്റ് നമ്മൾ ഈസി ആയിട്ടൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എളുപ്പത്തിൽ തംബ്നെയിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ആ ഒരു പ്രതലം നമുക്ക് തികയുന്നില്ലെന്ന് മനസ്സിലായില്ല. ഇപ്പം ആ തംബ്നെയിലും എളുപ്പത്തിൽ എന്നുള്ളതിന് നടുക്ക് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ താഴെ കാണുന്നില്ല, ടൈപ്പ് റൈറ്ററിൻ്റെ ഏറ്റവും താഴെ ഒരു പച്ച ആരോ മാർക്ക് ഞെക്കിയപ്പം അത് താഴെ തംബ്നെയിൽ എന്നുള്ള വാക്ക് താഴേക്ക് വന്നു. ഇനി നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കാം എന്നുള്ള വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് നമ്മുടെ പിക്ചറിലൊന്നുകൊണ്ട് അറ്റാച്ച് ചെയ്ത് നോക്കുകയാണ്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. ഇനി നമ്മൾക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ലുക്കിൽ എങ്ങനെ ആക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ പതിപോലെ നമ്മുടെ ക്യാൻവാസ് എടുത്തു. അടുത്ത് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, അതിൻ്റെ സൈസ് തംബ്നെയിൽ സൈസിലേക്ക് കൊണ്ടുവന്നു, അതായത് 6:9 കൊണ്ടുവന്നു. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഇഷ്ടമുള്ള കളർ കൊടുക്കുന്നു. ഇനി നമ്മൾ PIP അതായത് പിക്ചർ ഇൻ പിക്ചർ, നമ്മൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പിക്ചർ കൊടുക്കുന്നു. പിന്നെ അത് ക്രോപ്പ് ചെയ്യുന്നു. ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അത് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ മാറ്റാൻ. അതിന് ഇത് ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാസ്ക് ചെയ്ത് അതിനെ ആ കളറുമായിട്ട് ബ്ലെൻഡ് ആക്കി എടുക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വട്ടത്തിനുള്ളിൽ കിടക്കുന്ന എൻ്റെ മുഖത്തെ മാത്രം കാണിച്ചുകൊണ്ട് ബാക്കി പോർഷൻ അത് എടുത്തറിയാത്ത രീതിയിൽ ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നു അല്ലേ.
ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ചെറിയ ഓപ്ഷൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പൊ നിങ്ങൾ ഈ ബ്ലൂ കളർ ഭയങ്കര കടും നിറമായിട്ട് തോന്നില്ല, നമുക്ക് ഇതിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ കളർ ബോർഡ് ഇങ്ങനെ നീക്കിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ അറ്റത്ത് ഈ കളമായിട്ട് വന്നിട്ട് അതുകൊണ്ട് അല്ലാതെയും കുറെ പ്രിന്റഡ് സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോ അതിന്റെ കളം പോലെ കാണുന്നില്ല, അത് ഞെക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഷെയ്ഡ് ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിലും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ലൈറ്റ് ഷെയ്ഡ് പ്രതലങ്ങൾ, അതായത് ബാക്ക്ഗ്രൗണ്ടുകൾ കിട്ടും നമുക്ക്. അല്ലെങ്കിൽ കടും നിറം ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ മാറ്റിയൊക്കെ ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിച്ച് തന്നാണേ. അതിന് നമുക്ക് വീണ്ടും ടെക്സ്റ്റിലേക്ക് പോകാം. ടെക്സ്റ്റ് കുറച്ചുകൂടെ പ്രൊഫഷണൽ ലുക്കിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ടെക്സ്റ്റിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ടെക്സ്റ്റ് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ വെറുതെ വെളുത്ത കളറിൽ എഴുതി നമ്മൾ കൊണ്ട് നമ്മുടെ പിക്ചറിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവുകയില്ല. ഞാനത് കാണിച്ചു തരാം. ഒരു ഭംഗിയില്ല അല്ലേ? പക്ഷെ നിങ്ങൾ ടൈപ്പ് ചെയ്യാനൊക്കെ പഠിച്ചല്ലോ. ഇനി ഇതിന്റെ സൈഡിലെ പേന പോലത്തെ ഐക്കണിൽ നിൽക്കുമ്പോൾ എഡിറ്റ് എന്നും പറഞ്ഞു വരും. എഡിറ്റ് എന്ന് പറഞ്ഞ് വരുന്നിടത്ത് നമുക്കിത് കറക്റ്റായിട്ടൊക്കെ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ എഡിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വട്ടം കാണുന്നുണ്ട്. ആ വട്ടത്തിൽ ഒരു കളർ ബോൾ പോലെ അത് ഞെക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ്, ബോർഡർ, ഷാഡോ ഈ 3 ഓപ്ഷനാണ് നമുക്ക് ആവശ്യം. ടെക്സ്റ്റിന് കളർ കൊടുക്കാനും ടെക്സ്റ്റിന് നമ്മളിപ്പം ബോർഡർ കൊടുക്കുകയാണ്, ഒരു കറുത്ത ബോർഡർ കൊടുത്തു. അപ്പം കണ്ടോ ടെക്സ്റ്റ് കുറച്ചുകൂടി എടുപ്പായില്ലേ. ഇനി നമുക്ക് അതിന് ഷാഡോവും കൂടെ കൊടുക്കുമ്പം കുറച്ചുകൂടി ഇരുണ്ട ഷാഡോ, അതായത് ഷാഡോയുടെ ഓപ്ഷൻ ഈ താഴേക്ക് വരും. താഴെ വരുന്നതിൽ ഏറ്റവും അവസാനം കാണുന്നതിൽ ഇതുണ്ട്, നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ ഷാഡോ അക്ഷരങ്ങൾക്ക് ചുറ്റും വരും. ആ ഷാഡോ വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ കുറച്ചുകൂടി എടുപ്പ് വരും നമ്മുടെ ടെക്സ്റ്റിന്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് കളർ ചേഞ്ച് വരുന്ന എങ്ങനെയാണെന്ന് നോക്കാവേ. ഇനി നമ്മൾ ആർക്കും പഠിക്കാം എന്നൊരു വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ വാക്കിന് നമ്മൾ കളർ ചേഞ്ച് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാം കൂടെ വെള്ളമായിട്ടിരിക്കുമ്പോൾ വൃത്തികേടല്ലേ? അന്നേരം നമുക്കൊരു കളർ അങ്ങ് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. നമ്മുടെ ആ കളറുള്ള ബോളെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് കുറേ സാധനങ്ങൾ ഓടി നടക്കുന്നില്ലേ, അതിൽ ആ ബ്ലൂ കളറായിട്ട് കാണുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്ഷരങ്ങൾ ബ്ലൂ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബോർഡർ കൊടുക്കണം. കറുത്ത ബോർഡറും കറുത്ത ഷാഡോയും നമ്മളൊന്ന് കടിപ്പിച്ച് കൊടുക്കുമ്പം അത് കുറച്ചുകൂടെ എടുപ്പായി അല്ലേ? ഇപ്പം ആർക്കും പഠിക്കാം എന്നുള്ളത് വ്യത്യസ്തമായ ഒരു കളറിൽ അവിടെ നിൽപ്പുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കാൻ വേണ്ടി പർപ്പിൾ കളർ മാറ്റിയിട്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഒരു തംബ്നെയിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് കളറും നല്ലതുണ്ടോ എന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഒരു സ്ലൈറ്റിൻ്റെ ഒക്കെ ലുക്കുള്ള ഒരു കുറച്ച് ഗ്രേയും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു പ്രതലം ഞാനങ്ങ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുത്തു. ഇതെൻ്റെ ഗാലറി വന്ന് കിടപ്പുണ്ട്. അത് ഞാനങ്ങ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊന്ന് കൊടുത്തു നോക്കുക, കുറച്ചൊരു പ്രൊഫഷണൽ ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട്. നമുക്ക് മറ്റൊരു വാചകം ക്യാപ്ഷൻ ഒരു ലേബൽ മോഡലിൽ കൊടുത്ത് കുറച്ചുകൂടെ നല്ല പ്രൊഫഷണൽ ലുക്കിലേക്ക് കൊണ്ടുവരാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ലേബലിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ലേബൽ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യുന്ന അതിലേക്ക് പോയിട്ട് ഇതേണ്ട ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് മലയാളത്തിൽ വന്നു. ഇനി നമ്മുടെ ആ കളർ ബോളിൽ ടച്ച് ചെയ്ത് ഏറ്റവും താഴെ നോക്കിക്കുക, ഒരു ചുമല കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ മേളിൽ ചുമല ലേബൽ വന്നു. ആ ലേബലിനകത്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനിൽ ആ ലേബലിൽ നിൽക്കിയപ്പോൾ കളർ ചേഞ്ച് ആയി. പിന്നെ നമ്മൾ ഷാഡോയും കൊടുത്ത് കറുത്ത ബാക്ക്ഗ്രൗണ്ടും കൊടുത്തു കഴിഞ്ഞപ്പം ഇത് കണ്ടോ ഇതുപോലെ വന്നു. അപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ലുക്ക് മാറ്റി. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിങ് ഇതുപോലെ മാറ്റി കൊടുക്കുമ്പോൾ അത് ബ്ലറായിട്ട് കൊടുക്കണം, എന്നാലേ അക്ഷരങ്ങൾ കാണാൻ പറ്റുള്ളൂ. മറ്റൊരു എഡിറ്റിംഗ് ആപ്പ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഇത് കുറച്ചുകൂടി പ്രൊഫഷണൽ ലുക്കിൽ നമുക്ക് തംബ്നെയിൽ കൊടുക്കാം. ഇത് മലയാളം എഡിറ്റർ എന്നുള്ള ആപ്പാണ്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഒരു പ്ലസ് സൈൻ നമുക്ക് കാണാം. പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇൻഷോട്ടിൽ ഉണ്ടാക്കിയേക്കുന്ന ഇമേജ് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിക്ചർ ഗാലറിയിൽ നിന്ന് എടുത്ത് ഇവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യണമല്ലോ. സൈസ് ഇപ്പോൾ ഇത് വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തംബ്നെയിലിൻ്റെ കറക്റ്റ് യൂട്യൂബ് തംബ്നെയിലിൻ്റെ ആ കറക്റ്റ് സൈസിൽ കൊണ്ടിത് കൊണ്ടോ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നേരെ അവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിന് കളർ മാറ്റി കിട്ടും. അതുപോലെ ഫോണ്ട് നമ്മൾ മലയാളത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതുമെന്ന് വെച്ചോ, ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിനെ നമുക്ക് ഇവിടെ ചേഞ്ച് ഫോണ്ട് കളർന്ന് കിടപ്പില്ല, ഇതിൽ ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫോണ്ടുകൾ മലയാളത്തിൽ അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടുകൾ കിട്ടും. ഈ ഫോണ്ട് നമ്മൾ അതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ള വേറൊരു തരത്തിൽ എഴുതിയത് നമുക്ക്. പക്ഷെ അതിൻ്റെയും നമ്മൾ ഷാഡോ ഇതിന് കണ്ടോ കളറിൻ്റെ താഴെ ഷാഡോ എന്ന് കിടക്കുന്നത് നമ്മൾ കടുപ്പിച്ച് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി എടുപ്പിൽ ഇത് കണ്ടോ ഷാഡോ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് കുറച്ചും കൂടി
ബ്രൈറ്റർ ആയിട്ട്, അല്ലെങ്കിൽ സോറി, കുറച്ചും കൂടി നമുക്ക് എടുപ്പായിട്ട് തിക്കായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടെ എക്സ്പേർട്ട്, നിങ്ങൾ ഇൻഷോട്ടിൽ ചെയ്ത് കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയതിനു ശേഷം നിങ്ങൾ ഈ മലയാളം എഡിറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലും കൂടെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തംബ്നെയിലിൽ ഇങ്ങനെ അടിപൊളി ക്യാപ്ഷൻസ് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ തംബ്നെയിൽ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇനി തംബ്നെയിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ ഡൗട്ടുകൾ വരാം. നിങ്ങൾക്കിപ്പം വീഡിയോ സംബന്ധമായ ഒരുപാട് ഡൗട്ടുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വീഡിയോയിലേക്ക് കയറി നോക്കിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പോരായ്മകളെന്ന് പറഞ്ഞു തരാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും. അപ്പോൾ ഇത് എനിക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ കൂടെ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് 100 റുപ്പീസാണ്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 100 റുപ്പീസ് നിങ്ങൾക്ക് ഞാൻ QR സെൻഡ് ചെയ്യും. അത് നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തണം കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം ഈ വരുന്നവരൊക്കെ കുറേ നേരമായിട്ടും യാതൊരു അനക്കവും ഇല്ല. അവരെക്കുറിച്ച് ഒന്നും പറയുന്നുമില്ല, അവരാരാ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരും ഇൻഫോർമേഷനും നിങ്ങളുടെ വീഡിയോസിൻ്റെ ലിങ്കും എനിക്ക് അയച്ചു തന്നാലേ ഉള്ളൂ എന്നാ നിങ്ങളുടെ വീഡിയോസിൽ കുഴപ്പമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ തംബ്നെയിൽ സെൻഡ് ചെയ്ത് തന്നെയാണ് ഞാനിതിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ ഒട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തംബ്നെയിലും ഉണ്ടാക്കി തരാം. 10 days ആണ് ഈ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനുള്ളിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ താഴെ ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ലൈക്ക് ചെയ്ത് അതിന് നിങ്ങൾ റിപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഉപകാരമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.